കെ.ടി. ജലീൽ സമാനമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നേരിട്ട് അങ്ങനെ അല്ലെങ്കിൽ പോലും UDFിൻ്റെ കാലത്ത് കേരളത്തിൽ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. LDFിൻ്റെ ഭരണകാലത്ത് കലാപങ്ങളില്ല, അതും നമ്മുടെ മുന്നിലെ വസ്തുതയാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം UDF അധികാരത്തിൽ വന്നാൽ കലാപം ഉണ്ടാകുമെന്നല്ല. ഇപ്പം തലശ്ശേരി കലാപം നിർഭാഗ്യവശാൽ കെ കരുണാകരൻ്റെ കാലത്താണ് ഉണ്ടാവുന്നത്. അല്ലേ? അപ്പം CPI ഘടകകക്ഷിയാണ്. പക്ഷെ അവിടെ വരുന്ന സമയത്ത് എന്താ ഒരു പ്രശ്നമുള്ളത്, അന്ന് ആ തലശ്ശേരി കലാപത്തെ നന്നായിട്ട് അവസാനം ഹാൻഡിൽ ചെയ്യുന്നത് കെ കരുണാകരനാണ് എന്നുള്ളത് തലശ്ശേരി കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്. വിധേയത്തിൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. UDFിൻ്റെ കാലത്താണ് ഇപ്പോൾ സിറാജുന്നീസ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് കെ.ടി. ജലീൽ പറയുന്നതാണ്. MD രാമകൃഷ്ണൻ ഒരു കഥയുണ്ട് സിറാജുന്നീസയെക്കുറിച്ച്. സിറാജുന്നീസ എന്ന പാലക്കാട്ട് 11 വയസ്സുള്ള പെൺകുട്ടി വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് അന്ന് നിർഭാഗ്യവശാൽ UDFിൻ്റെ സർക്കാരിൻ്റെ കാലത്താണ് അത് കൊല ചെയ്യപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നമുക്ക് UDFിലേക്ക് ഏറ്റുവയ്ക്കാൻ പറ്റില്ല. ഇത് ചരിത്രത്തിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അധികാരത്തിൽ UDF ആണ് എന്നുള്ളത് കൊണ്ട് UDF കലാപം ഉണ്ടാക്കുന്നു എന്നൊരു നരേറ്റീവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മളവിടെ പറയണം, അവിടെ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്തോ ഇടതുപക്ഷത്തിൻ്റെ പേരിലോ ഒരു കലാപത്തിൻ്റെ പേരും ഒരു കലാപത്തിൻ്റെ സാധ്യതയും ഇന്നേ വരെ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വസ്തുതയാണ്, അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ടാണ് ഈ 9.5 വർഷത്തിൻ്റെ മെച്ചം എന്ത് എന്ന് ചോദിച്ചാൽ അതിലൊന്ന് ഒരു തരത്തിലുള്ള കലാപത്തിനുള്ള സാധ്യതയും കേരളത്തിലുണ്ടായിരുന്നില്ല. സാധ്യതകളൊക്കെ ഒരുപാട് പേര് കത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ആ കലാപത്തെ മുഴുവൻ അണയ്ക്കാനുള്ള ഊർജ്ജം ഇടത് സർക്കാരിനുണ്ടായിരുന്നു, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.